ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലും കാർലോ ആഞ്ചലോട്ടിയും തമ്മിലുള്ള കോൺട്രാക്റ്റ് അത് വരുന്ന ജൂലൈ മാസത്തിലാണ് അവസാനിക്കുക. കൃത്യമായി പറഞ്ഞാൽ വേൾഡ് കപ്പ് പൂർത്തിയാകുന്നതോടുകൂടി ആഞ്ചലോട്ടിയുടെ ബ്രസീലുമായുള്ള കരാറും പൂർത്തിയാകും എന്നർത്ഥം. എന്നാൽ ഈ കോൺട്രാക്റ്റ് പുതുക്കാൻ നേരത്തെ തന്നെ ആഞ്ചലോട്ടി സമ്മതിച്ചിരുന്നു. അതിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് CBFും ആഞ്ചലോട്ടിയും തമ്മിൽ ഇപ്പോൾ ഒരു അഗ്രിമെന്റിൽ എത്തിക്കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. 2030 വേൾഡ് കപ്പ് വരെയുള്ള പുതിയ കരാറിൽ കാർലോ ആഞ്ചലോട്ടി ഒപ്പുവെക്കും എന്നാണ് ഗ്ലോബോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നാളെയാണ് റിയോ ഡി ജനീറോയിലേക്ക് കാർലോ ആഞ്ചലോട്ടി തിരിച്ചെത്തുക. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവസാന ഘട്ട ചർച്ചകൾ നടക്കും. ഫെബ്രുവരി മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ പുതിയ കോൺട്രാക്റ്റിൽ ഒപ്പുവെക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. നിലവിൽ ദേശീയ ടീമുകളുടെ പരിശീലകന്മാരിൽ ഏറ്റവും കൂടുതൽ സാലറി കൈപ്പറ്റുന്ന പരിശീലകൻ അത് കാർലോ ആഞ്ചലോട്ടിയാണ്. 10 മില്യൺ യൂറോയാണ് അദ്ദേഹത്തിന്റെ സാലറി ആയിക്കൊണ്ട് വരുന്നത്. ഇതേ സാലറി തന്നെയായിരിക്കും പുതിയ കരാറിലും വരിക. പക്ഷേ ബോണസുകളുടെ കാര്യത്തിൽ മാറ്റം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇത്രയും വിവരങ്ങളാണ് ഗ്ലോബോ നൽകിയിട്ടുള്ളത്. നമുക്കറിയാം, അടുത്ത വേൾഡ് കപ്പ് നേടിക്കഴിഞ്ഞാൽ വലിയ ഒരു ബോണസ് കാർലോ ആഞ്ചലോട്ടിയെ ഇപ്പോൾ കാത്തിരിക്കുന്നുണ്ട്. അതായത് ബ്രസീലിന് അടുത്ത വേൾഡ് കപ്പ് നേടിക്കൊടുക്കാൻ കഴിഞ്ഞാൽ 5 മില്യൺ യൂറോയാണ് ബോണസ് ആയിക്കൊണ്ട് അദ്ദേഹത്തിന് ലഭിക്കുക. അത് കാർലോ ആഞ്ചലോട്ടിയെ ഇപ്പോൾ കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ വേൾഡ് കപ്പിലെ റിസൾട്ട് എന്ത് തന്നെയായാലും അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് പുതുക്കാനാണ് ബ്രസീൽ തീരുമാനിച്ചിട്ടുള്ളത്. 2030 വേൾഡ് കപ്പ് വരെ ബ്രസീലിന്റെ പരിശീലക സ്ഥാനത്ത് ഈയൊരു ഇറ്റാലിയൻ പരിശീലകൻ തന്നെയായിരിക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.